ഇന്നത്തെ മോർണിംഗ് ഒരു വെറൈറ്റി കാഴ്ച കേട്ടോ. ബോബിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആട്ടുംകുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അതിഥികളായിട്ട് വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതും നമ്മുടെ ബോബിക്കുട്ടിക്ക് ചേച്ചിയും ചേട്ടനുമായിട്ടുള്ള രണ്ടാൾക്കാർ, കൂടെ അവരുടെ സ്വന്തം കിച്ചുവും പിന്നെ അവരുടെ അമ്മയും അച്ഛനും. അതും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആര്യ ചേച്ചിയും കുടുംബമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകേണ്ട പായസമൊക്കെ റെഡിയാക്കി തരികയാണ് അച്ഛൻ. വീട്ടിൽ ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ബോബിക്കുട്ടി നല്ല സന്തോഷവതിയായിരുന്നു കേട്ടോ. കോഴിക്ക് ഇരിക്കുമ്പോൾ സോഫ പോലുള്ള കൊട്ട വേറെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും റബ്ബർ കൊട്ടയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ തന്നെയാണെന്ന് പോയി. രജീഷ് ചേട്ടൻ്റെ കയ്യിലൊരു ഡ്രോണും കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ വീടിന് മുകളിലൂടെ പറത്തിയ ഡ്രോണിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുനോക്കാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വീടും പരിസരവും. ഞാൻ എന്നും നേരിട്ട് എടുക്കുന്ന പോലെ അല്ലല്ലോ. ഇന്ന് ആകാശ കാഴ്ചയിലൂടെ എൻ്റെ വീടും പരിസരമൊക്കെ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടാവുമെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു വേനലായതുകൊണ്ടാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഞാൻ കാറ് വെക്കുന്നിടത്തു നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള വഴിയാട്ടോ ഇത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വനപ്രദേശമാണ്. അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞപാട് ഞങ്ങളിത് തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 19 GHSS ചാവശ്ശേരിയിലുള്ള നികേത ടീച്ചറുടെ പിറന്നാളിൻ്റെ വകയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ പായസം എല്ലാവർക്കും കൊടുത്തിരുന്നത്. ആ ടീച്ചർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് അറിയിക്കുക കേട്ടോ. ബോബിക്കുട്ടീനെയും കൂട്ടിയിട്ട് ആര്യതേച്ചും ഫാമിലിയും വന്നിട്ടുണ്ട്. എന്നെ കണ്ടതും ചന്തയിൽ കണ്ട പരിചയം പോലും ബോബിക്കുട്ടി കാണിച്ചില്ല ഗൈസ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും വന്നിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോസൊക്കെ ഫെബ്രുവരി 21 എടുത്ത വീഡിയോസ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന കാശിമോൻ എന്ന് പറഞ്ഞൊരു മോന്റെ 3ാം പിറന്നാൾ ആഘോഷിച്ച വകയായിരുന്നു അന്നത്തെ പായസം കേട്ടോ. ആ മോന് ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. വീണ്ടും ഞങ്ങൾക്ക് സൺഡേ വ്ളോഗിലേക്ക് വരാം. പായസ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചേച്ചിമാരെ ഹോട്ടലിലേക്ക്. അവിടെ നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറച്ചു നേരം സഹായിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കാളിന്തിപ്പുഴയിലേക്ക് ഒരു പോക്കങ്ങ് പോയി. എന്നാൽ നമ്മുടെ ബോബിക്കുട്ടിയാണെങ്കിൽ കയ്യിലൊരു ദൂരദർശനം കൊണ്ട് നടത്തും. ബോബിക്കുട്ടീനെ കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാളിന്തിപ്പുഴയൊക്കെ കാണാൻ കൊണ്ടുവരുന്നത് കേട്ടോ. പുഴയോരത്ത് അവിടുത്തെ ട്രൈബൽസിന്റെ ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നെട്ര ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം കൂടിയാണത്. റീലുകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഗ്രാമത്തിന് ഉണ്ടായിട്ടുണ്ട്. ദയവ് വിചാരിച്ച് നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇങ്ങോട്ട് വലിച്ചെറിയാതിരിക്കുക. കാരണം ഈ ഒരു ജലസ്രോതസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട.